മന്ത്രിമാരായ കെ രാജനും എ കെ ശശീന്ദ്രനും ഇപ്പോൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് ലഭ്യമാവുന്നത്. വലിയ ഉരുൾപൊട്ടലാണ് ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്നത്. മുണ്ടക്കൈ പ്രദേശം പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുന്നു. അതേസമയം വടക്കൻ കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ അടക്കം വലിയ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. അവിടെയെല്ലാം അവധി, സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ട്. സൂര്യ കോഴിക്കോട് നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സൂര്യ, വിലങ്ങാട് മേഖലയിലെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെല്ലാമാണ്? ഹർഷൻ, ഇന്ന് രാവിലെ 6 മണിയോടെയാണ് കോഴിക്കോട് വിലങ്ങാട് മേഖലയിൽ ഉരുൾപൊട്ടുന്നത്. നാദാപുരത്തെ മലയോര പ്രദേശമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ അതായത് വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തൊരു സ്ഥലം കൂടിയാണ് ഈ വിലങ്ങാട് മേഖല. പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണുള്ളത്. 60 കുടുംബങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. കനത്ത മഴ ഇവിടെ ലഭിക്കുന്നുണ്ട്. വിലങ്ങാട് വായാട് കോളനി പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കളക്ടർ ഉൾപ്പെടുന്ന ആളുകൾ അതായത് കൂടി ആലോചിച്ച് രക്ഷാപ്രവർത്തകരെ കൂടുതലായി അങ്ങോട്ടേക്ക് അയക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് തിരുവമ്പാടിയിൽ അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. പുന്നക്കൽ തിരുവമ്പാടി റോഡും പുല്ലാരംപാറ ആനക്കംപൊയിൽ തിരുവമ്പാടി കൂടരഞ്ഞി റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. സൂര്യ, തിരിച്ചു വരാം. ഇപ്പോൾ വയനാട് ചൂരൽമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. NDRF സംഘം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. പോലീസുണ്ട്, നാട്ടുകാരുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണുന്നത്. 4 മരണമാണ് ഇപ്പോൾ ചൂരൽമലയിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിനപ്പുറത്ത് മരണസംഖ്യ ഉയരും എന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗിക സ്ഥിരീകരണം വരാത്തത് കൊണ്ട് അത് പറയുന്നില്ല. എങ്കിലും വലിയ ദുരന്തമാണ് ചൂരൽമലയിൽ സംഭവിച്ചിരിക്കുന്നത്.